കേരളത്തിൻ്റെ മറ്റെല്ലാ മണ്ഡലങ്ങളിൽ നിന്നും കുറച്ച് വ്യത്യസ്തമായ ഒരു സാംസ്കാരികവും രാഷ്ട്രീയവുമായ പാരമ്പര്യം പേറുന്ന മണ്ഡലമാണ് കാസർഗോഡ്. കാസർഗോഡിൻ്റെ ഭാഗമായ അത്യുത്തര കേരളം, അത് ചന്ദ്രഗിരി പുഴയ്ക്ക് വടക്കുള്ള ഭാഗങ്ങൾ, സപ്തഭാഷാ സംഗമഭൂമി എന്നാണ് അവർ പറയുന്നത്. അവിടെ മലയാളം വളരെ കുറവാണ്. കന്നഡ, തുളു, ബ്യാരി, ഉറുദു, കൊങ്കിണി ഇങ്ങനെയുള്ള ഭാഷകൾ സംസാരിക്കുന്ന ഈ ഭാഷാ ന്യൂനപക്ഷക്കാർ ധാരാളമുണ്ട്. അവർ സാംസ്കാരികമായിട്ടും ഭാഷാപരമായിട്ടും കർണാടകത്തോട് ചേർന്ന് കിടക്കുന്ന വിഭാഗമാണ്. ശരിക്ക് ഈ കാസർഗോഡുകാർക്ക്, പ്രത്യേകിച്ച് മഞ്ചേശ്വരത്തുകാർക്ക്, അവർ മലയാളികളാണ് എന്ന് അവർ ഇതുവരെ അംഗീകരിച്ചിട്ടില്ല. കേരളത്തോട് ചേർത്ത് തന്നെ ഒരു വലിയ തെറ്റാണ് എന്ന് വിചാരിക്കുന്നവരാണ്. അങ്ങനെയുള്ള ഒരു പ്രദേശം അവിടെ ഉണ്ട്. അതിൻ്റെ രാഷ്ട്രീയം എന്ന് പറയുന്നത് ഏതാണ്ട് മംഗലാപുരത്തിൻ്റെ അല്ലെങ്കിൽ തെക്കൻ കർണാടകത്തിൻ്റെ ഒരു രാഷ്ട്രീയമാണ്. അതുകൊണ്ട് തന്നെ അവിടെ BJP ശക്തമാണ് ഈ മഞ്ചേശ്വരം കാസർഗോഡ് ഭാഗത്ത്. മറ്റ് 5 മണ്ഡലങ്ങളിൽ 2 കണ്ണൂർ ജില്ലയിലാണ്. അത് 2 മാർക്സിസ്റ്റ് പാർട്ടിയുടെ ശക്തി കേന്ദ്രങ്ങളാണ്. ബാക്കിയുള്ള 3 മണ്ഡലങ്ങൾ, അതായത് കാഞ്ഞങ്ങാട് പോലെയുള്ള കാസർഗോഡ് ജില്ലയുടെ മലയാള ഭാഷ കൂടുതലായിട്ട് സംസാരിക്കുന്ന പ്രദേശങ്ങൾ, അതും മാർക്സിസ്റ്റുകാർക്ക് പ്രാമുഖ്യമുള്ളതാണ്. എന്നാലും UDF കക്ഷികൾക്ക് BJPക്കൊക്കെ സാമാന്യം ശക്തിയുള്ള പ്രദേശങ്ങളാണ്. അപ്പോൾ ഇങ്ങനെ രാഷ്ട്രീയമായിട്ട് വളരെ വ്യത്യസ്തമായ 3 ധാരകൾ നമുക്കവിടെ കാണാൻ കഴിയും. ഒന്ന്, മാർക്സിസ്റ്റ് പാർട്ടിക്ക് താരതമ്യേന ശക്തി കുറഞ്ഞ അത്യുത്തര കേരളം. പിന്നെ മാർക്സിസ്റ്റ് പാർട്ടി സാമാന്യ ശക്തമായ, എന്നാൽ കോൺഗ്രസും BJPയും സാമാന്യമായി ഉള്ള കാസർഗോഡ് ജില്ലയിലെ ബാക്കി 3 മണ്ഡലങ്ങൾ. പിന്നെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ കോട്ട കൊത്തളങ്ങളായിട്ടുള്ള കണ്ണൂർ ജില്ലയിലെ 2 മണ്ഡലങ്ങൾ. അവിടെ സ്ഥിരമായിട്ട് മാർക്സിസ്റ്റ് സ്ഥാനാർത്ഥികളാണ് ജയിച്ചുകൊണ്ടിരുന്നത്. സഖാവ് AKG മത്സരിച്ച് ജയിച്ചിരുന്ന മണ്ഡലമാണ് കാസർഗോഡ്. പിന്നീട് അവിടെ കടന്നപ്പള്ളി രാമേന്ദ്രൻ ഒരു അട്ടിമറി വിജയം നേടി. ഒരു തവണയല്ല, 2 തവണ നേടി. 2 തവണയും വലിയ കോൺഗ്രസ് തരംഗങ്ങളായിരുന്നു. ഒന്ന് 1971 അതിഭയങ്കരമായ ഇന്ദിരാ തരംഗം, പിന്നെ 1977 കേരളത്തെ കീഴടക്കിയ ഒരു കോൺഗ്രസ് മുന്നണി തരംഗം. 2 തവണയും കടന്നപ്പള്ളി അവിടെ നിന്ന് ജയിച്ചു. പിന്നീട് അത് മാർക്സിസ്റ്റ് പാർട്ടി ആ സീറ്റ് തിരിച്ചു പിടിച്ചു. അവിടെ നിന്ന് CPM സ്ഥാനാർത്ഥികൾ രാമണ്ണ റായി ഒക്കെ വിജയിച്ചുകൊണ്ടിരുന്നതാണ്. പിന്നീട് രാമറായി ഒരു തവണ വിജയിച്ചു എന്നുള്ള ഒഴിച്ചാൽ, അത് ഇന്ദിരാഗാന്ധി വെടിയേറ്റ് മരിച്ചതിനെ തുടർന്ന് 1984 തെരഞ്ഞെടുപ്പായിരുന്നു. പിന്നെയും CPM സ്ഥാനാർത്ഥികൾ തന്നെയാണ് ജയിച്ചിരുന്നത്. പിന്നീട് AKGയുടെ മകളുടെ ഭർത്താവ് സഖാവ് P കരുണാകരൻ അവിടെ നിന്ന് വിജയിച്ചു. ഇടയ്ക്ക് തായമ്പത്ത് ഗോവിന്ദൻ വിജയിച്ചു. അത് കഴിഞ്ഞ് നിരന്തരമായിട്ട് കരുണാകരൻ തന്നെയാണ് വിജയിച്ചുകൊണ്ടിരുന്നത്. 2014 അതിനൊരു മാറ്റം ഉണ്ടായി. 2014 T സിദ്ദിഖ് അവിടെ സ്ഥാനാർത്ഥിയായിട്ട് വന്നു. വലിയ മത്സരം ഉണ്ടായി. സിദ്ദിഖ് ചെറിയ വോട്ടിൻ്റെ വ്യത്യാസത്തിലാണ് തോറ്റത്. ഏതാണ്ട് 6000-ൽ പരം വോട്ടിൻ്റെ വ്യത്യാസമേ സിദ്ദിഖും കരുണാകരനും തമ്മിലുണ്ടായിരുന്നു. അന്ന് തന്നെ BJP സ്ഥാനാർത്ഥി K സുരേന്ദ്രൻ വളരെയധികം വോട്ട് പിടിച്ചു. അതുകൊണ്ടാണ് സിദ്ദിഖ് 6000 വരെ എത്തിയത്. സുരേന്ദ്രൻ അല്പം കുറവ് വോട്ടാണ് പിടിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ സിദ്ദിഖ് വിജയിക്കുമായിരുന്നു. അതിൽ സിദ്ദിഖ് തോറ്റ സ്ഥലത്ത് നിന്നാണ് ഉണ്ണിത്താൻ തുടങ്ങിയത്. ഉണ്ണിത്താൻ വലിയ പ്രതീക്ഷയൊന്നുമില്ലാതെയാണ് കാസർഗോഡ് വന്നത്. പക്ഷേ ചില സൗകര്യങ്ങൾ അദ്ദേഹത്തിന് കിട്ടി. ഒന്നാമത് ന്യൂനപക്ഷ വോട്ടുകളുടെ വലിയ കേന്ദ്രീകരണം UDFന് അനുകൂലമായിട്ട് കോൺഗ്രസിന് അനുകൂലമായിട്ടുണ്ടായി. രണ്ടാമത് രാഹുൽ ഗാന്ധി വയനാട്ടിൽ വന്ന് മത്സരിച്ചു. അത് വടക്കൻ കേരളത്തിൽ പരക്കെ UDF സ്ഥാനാർത്ഥികൾക്ക് ഗുണകരമായി. അങ്ങനെ ഉണ്ണിത്താൻ അവിടുന്ന് വിജയിച്ചു. വിജയിച്ചതിന് ശേഷം ഉണ്ണിത്താൻ വിജയിക്കുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം നെറ്റിയിലെ കരിക്കുറി മാറ്റി കളഞ്ഞു. സാധാരണ നമ്മൾ ഉണ്ണിത്താനെ കാണുമ്പോൾ ചന്ദനക്കുറിയും കരിക്കുറിയും ഇല്ലാതെ രാത്രി 12 മണിക്ക് പോലും ഉണ്ണിത്താനെ കാണാൻ പറ്റുമായിരുന്നില്ല. കാസർഗോഡിൻ്റെ ചില സാംസ്കാരിക പ്രത്യേകതകൾ കാരണം അദ്ദേഹം ഈ കരിക്കുറി മാറ്റി കളഞ്ഞു. പക്ഷേ അദ്ദേഹം ഇപ്പോഴും കൊട്ടാരക്കര ഗണപതിയുടെ ഉണ്ണിയപ്പം സ്ഥിരമായിട്ട് കഴിക്കുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നത്. കാരണം ഗണപതിയുടെ ഒരു അനുഗ്രഹം അദ്ദേഹത്തിനുണ്ട്. കഴിഞ്ഞ തവണ അദ്ദേഹത്തിൻ്റെ ഒരു അനുഗ്രഹമായത് രാഹുൽ ഗാന്ധി വന്നു എന്നുള്ളത് മാത്രമല്ല, ശബരിമല ഉണ്ടായിരുന്നു എന്നുള്ളതുമല്ല. അതിനേക്കാൾ ഉപരിയായിട്ട് ശരത്ലാൽ കൃപേഷ് എന്ന് പറഞ്ഞ 2 ചെറുപ്പക്കാരുടെ കൊലപാതകം, അത് കാസർഗോഡിനെ ഞെട്ടിച്ചു. അവിടെ CPMകാർ പോലും CPMന് വോട്ട് ചെയ്യില്ല എന്നുള്ളൊരു സാഹചര്യം ഉണ്ടാക്കി. അത് അദ്ദേഹത്തിന് വളരെ ഗുണകരമായി. ഈ കൊലപാതകമാണ്, കൊലപാതക രാഷ്ട്രീയത്തിനെതിരായ വികാരം കാസർഗോഡ് വളരെ ശക്തമായിട്ടുണ്ടായി. അത് ഉണ്ണിത്താൻ്റെ വിജയത്തിൽ കലാശിച്ചു. പിന്നീട് ഉണ്ണിത്താൻ കാസർഗോഡിൻ്റെ ഒരു വികാരമായിട്ട് മാറി. അദ്ദേഹം അവിടെ താമസിച്ചു എന്ന് മാത്രമല്ല, കാസർഗോഡ് നടക്കുന്ന എല്ലാവിധ പരിപാടികളിലും, പാർട്ടി പരിപാടികളിൽ മാത്രമല്ല, പൊതുപരിപാടികളിൽ മാത്രമല്ല, സർക്കാർ പരിപാടികളിൽ മാത്രമല്ല, എല്ലാ അടിയന്തരത്തിനും എല്ലാ ചാത്തത്തിനും എല്ലാ നൂലുകെട്ടിനും ഉണ്ണിച്ച ഒരു നിത്യസാന്നിധ്യമായി. ഈ കാസർഗോട്ടുകാർ, പ്രത്യേകിച്ച് മുസ്ലിങ്ങൾ, ഇക്ക എന്നുള്ളതിന് ഇച്ച എന്നാണ് പറയുക. കാസർഗോഡ് മലയാള ഭാഷയുടെ പ്രത്യേകത ആണിത്. ഇപ്പോൾ റഹ്മാൻ എന്നാണ് പേരുള്ള ആളെ റഹ്മാൻ ക എന്നാണ് നമ്മുടെ നാട്ടിലെ ആൾക്കാർ പറയുമെങ്കിൽ, കാസർഗോഡിന് റഹ്മാൻ ച എന്ന് പറയും. അപ്പോൾ അങ്ങനെ ഉണ്ണിത്താൻ അവിടെ ചെന്നപ്പോൾ ഉണ്ണിച്ചായിട്ട് മാറി. പ്രത്യേകിച്ച് ലീഗുകാരുടെ കണ്ണിലുണ്ണിയായിട്ട് മാറി. അദ്ദേഹം ലീഗിൻ്റെ ഒരാളായിട്ട് മാറി. പുള്ളിയുടെ നോട്ടീസ് വരെ പച്ചയിലടിക്കാൻ തുടങ്ങി. അങ്ങനെ ഒരു കോൺഗ്രസ്സുകാരനായ ഉണ്ണിത്താൻ ലീഗുകാർക്ക് പ്രിയങ്കരനായി, ലീഗിൻ്റെ ഒരാളായി. അദ്ദേഹം പാലസ്തീൻ അനുകൂല ഐക്യദാർഢ്യ റാലികളിൽ പങ്കെടുക്കാൻ തുടങ്ങി.
അദ്ദേഹം ഹമാസിനെ അനുകൂലിച്ച് പ്രസംഗിക്കാൻ തുടങ്ങി. അങ്ങനെ എന്തുകൊണ്ടും ഒരു കാസർഗോഡുകാരനായിട്ട് അദ്ദേഹം പരിവർത്തനം ചെയ്യപ്പെട്ടു. കൊല്ലത്തുകാരനായ ഉണ്ണിത്താൻ കാസർഗോഡുകാരനായി മാറിയാൽ അദ്ദേഹത്തിൻ്റെ സ്ലാങ് തന്നെ ഏറെക്കുറെ കാസർഗോഡ് സ്ലാങ്ങിലേക്ക് മാറി. എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന് ഇപ്പോൾ കന്നഡയും തുളുവൊക്കെ പഠിച്ചോന്ന് സംശയമുണ്ട്. അങ്ങനെ ഉണ്ണിത്താൻ അവിടെ പ്രബലനായി നിൽക്കുകയാണ്. കഴിഞ്ഞ തവണയാണ് CPM സത്യത്തിൽ ഏറ്റവും ഗംഭീരനായ സ്ഥാനാർത്ഥി KP സതീഷ് ചന്ദ്രൻ നേരത്തെ പലതവണ MLA ആയിരുന്നിട്ടുള്ള ആളാണ്. പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി ആയിരുന്ന ആളാണ്. കാസർഗോഡ് നല്ല പ്രതിച്ഛായമുള്ള ആളാണ്. അഴിമതിക്കാരനോ വയറ്റിപ്പഴുപ്പുകാരനൊന്നുമല്ല. സതീഷ് ചന്ദ്രനെ പോലെ ശക്തനായ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ട് പോലും ഉണ്ണിത്താൻ ജയിച്ചു. ഉണ്ണിത്താൻ്റെ ഭൂരിപക്ഷം താരതമ്യേന കുറവായിരുന്നു. NK പ്രേമേന്ദ്രൻ കിട്ടിയ പോലെ, അല്ലെങ്കിൽ ബെന്നി ബെഹനാന് കിട്ടിയ പോലെ, നമ്മുടെ ഡീൻ കുര്യാക്കോസിന് കിട്ടിയ പോലുള്ള ഭൂരിപക്ഷമൊന്നും ഉണ്ണിത്താൻ ഉണ്ടായിരുന്നില്ല. എങ്കിൽ ഉണ്ണിത്താൻ ഏതാണ്ട് ഒരു നിരങ്ങി പാസ് എന്ന് പറയില്ല, നമ്മൾ ചാക്കിരി പാസ് കിട്ടി ജയിച്ച ആളാണ്. പക്ഷേ ഇത്തവണ ഉണ്ണിത്താൻ സ്ഥിതിയല്ല. പുള്ളി അവിടെ ഒരു പ്രസ്ഥാനമായിട്ട് മാറി. സതീഷ് ചന്ദ്രനെ പോലെ ശക്തനായ ഒരു സ്ഥാനാർത്ഥി അല്ല ഇത്തവണ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി ബാലകൃഷ്ണൻ സഖാവാണ് മത്സരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെതായ പരിമിതികളും പരാധീനതകളൊക്കെ ഉണ്ട്. ഉണ്ണിത്താനുമായിട്ട് ഒരു സ്ഥാനാർത്ഥി എന്നുള്ള നിലയ്ക്ക് മുട്ടിനിൽക്കാൻ പറ്റിയ ആളല്ല. പിന്നെ CPMൻ്റെ സംഘടനാ സംവിധാനമുണ്ട്. 7ൽ 5 മണ്ഡലങ്ങളിൽ, പ്രത്യേകിച്ച് ഈ കണ്ണൂർ ജില്ലയുടെ ഭാഗമായിട്ടുള്ള 2 മണ്ഡലങ്ങളിൽ അത് നല്ലപോലെയുണ്ട്. അതുപയോഗിച്ചിട്ട് ഒരു പോരാട്ടം നടത്താനാണ് സഖാവ് ശ്രമിക്കുന്നത്. പക്ഷേ സംസ്ഥാനത്ത് പൊതുവെ LDFിനോട് ആളുകൾക്ക് ഒരു വലിയ വിപ്രതിപത്തിയുണ്ട്. അത് കാസർഗോട്ടുമുണ്ട്. ഇവിടെയുള്ളേക്കാൾ കുറച്ച് കൂടുതലായിട്ടുണ്ടെങ്കിലേ ഉള്ളൂ. അത് ആണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. പിന്നെ BJPയുടെ സാന്നിധ്യമുണ്ട്. BJP എത്ര വോട്ട് പിടിക്കും എന്നുള്ള പ്രധാനമാണ്. കേന്ദ്രത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പാണ്. വടകര പോലെയോ കണ്ണൂർ പോലെയോ അല്ല. കാസർഗോഡ് BJPയുടെ ഒരു ശക്തി കേന്ദ്രമായിട്ടാണ് അവർ കരുതുന്നത്. പ്രത്യേകിച്ച് മഞ്ചേശ്വരം, കാസർഗോഡ് മണ്ഡലങ്ങളിൽ BJP വളരെ ശക്തമാണ്, സജീവമാണ്. അപ്പോൾ ആ വിഭാഗത്തിൽ നിന്നുള്ള ഒരാളാണ് ഇത്തവണത്തെ BJPയുടെ സ്ഥാനാർത്ഥി ML അശ്വിനി. അവർ തുളു ഭാഷ സംസാരിക്കുന്ന ആളാണ്. കന്നഡയും നന്നായിട്ട് അറിയാം, മലയാളവും അത്യാവശ്യം ഒപ്പിക്കാം. യുവമോർച്ചയുടെ ഭാരവാഹിയായിരുന്നു. പിന്നെ ചെറുപ്പക്കാരി എന്നുള്ള രീതിയിൽ ഒരു മണ്ഡലത്തിൽ ഇളക്കി മറിക്കാൻ പോകുന്ന ഒരു സ്ഥാനാർത്ഥിയാണ്, പുതുമുഖ സ്ഥാനാർത്ഥിയാണ്. അപ്പോൾ അങ്ങനെ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തിക്കൊണ്ട് BJP പരമാവധി വോട്ട് സമാഹരിക്കാനുള്ള വലിയ ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഈ നേരത്തെ പറഞ്ഞ ഇതിനൊക്കെ വിപരീതമായൊരു വികാരമുണ്ടല്ലോ. ഇപ്പോൾ ഹമാസിനെ ഉണ്ണിത്താൻ അനുകൂലിക്കുമ്പോൾ ഇസ്രായേലിനെ അനുകൂലിക്കുന്ന ആളുകൾ അശ്വിനിക്ക് വോട്ട് ചെയ്യും. അങ്ങനെ പല ഘടകങ്ങളുണ്ട്. പിന്നെ ഉണ്ണിത്താൻ ഒരു ലോട്ടറി അടിച്ചു എന്ന് പറയുന്നത് എത്രമാത്രം ശരിയാണെന്ന് എനിക്കറിയില്ല. അതിൽ ഉണ്ണിത്താൻ സൗകര്യമായിട്ടുള്ള ഒരു സംഭവം ഈ റിയാസ് മൗലവിയുടെ കൊലക്കേസിൽ പ്രതികളെ വെറുതെ വിട്ടതാണ്. അത് തെളിവുണ്ടായിട്ടും വെറുതെ വിട്ടു എന്നാണ് മാർക്സിസ്റ്റുകാർ പറയുന്നത്. പക്ഷേ അങ്ങനെയല്ല. പ്രോസിക്യൂഷനും പോലീസും പ്രതിഭാഗവുമായി ഒത്തുകളിച്ചു എന്നാണ് മൗലവിയുടെ വീട്ടുകാരും കൂട്ടുകാരും ബന്ധുക്കളും മഹല്ല് കമ്മിറ്റിക്കാരും ഒക്കെ പറയുന്നത്. അപ്പോൾ അങ്ങനൊരു വികാരം കാസർഗോട്ട് ശക്തമായിട്ട് ഉണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും CPM സ്ഥാനാർത്ഥിക്ക് ദോഷകരമാകും. അതിൻ്റെ ഗുണം ഒരു കാരണവശാലും BJP സ്ഥാനാർത്ഥിക്ക് കിട്ടുകയുമില്ല. അങ്ങനെയാണെങ്കിൽ ഉണ്ണിത്താൻ്റെ ജയം ഏറെക്കുറെ സുനിശ്ചിതമാണ്. ഇനിയിപ്പോൾ കഴിഞ്ഞ തവണ ശരത്ലാലും കൃപേഷുമാണ് ഉണ്ണിത്താനെ ജയിപ്പിച്ചെങ്കിൽ ഇത്തവണ മരിച്ചുപോയ മൗലവിയുടെ ആത്മാവായിരിക്കും അദ്ദേഹത്തിന് ഗുണകരമാകുക എന്ന് ഞാൻ വിചാരിക്കും.